ദുബായിൽ ഈ മാസം 4-ന് കൊല്ലപ്പെട്ട ആനിമോൾ ഗൾട്ടയെക്കുറിച്ച്. എന്താണ് 26 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത്? ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൾട്ട പല സ്ത്രീകളുമായി ഷെയർ ചെയ്ത് അങ്ങനെ ഒരു റൂമിലാണ് അവിടെ കഴിയുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട അബിലാൽ എന്ന ഒരു യുവാവുമായി ആനി പ്രണയത്തിലായിരുന്നു. എല്ലാ ഞായറാഴ്ചയും അബുദാബിയിൽ നിന്നും ആനിമോളെ കാണാൻ വേണ്ടി അബിലാൽ ദുബായിൽ എത്താറുണ്ടായിരുന്നു. പതിവ് പോലെ ഈ മാസം 4-ാം തീയതി ഞായറാഴ്ചയും അബിലാൽ ആനിമോളെ കാണാനെത്തി. ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആനിമോളെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് അബിലാൽ പരിചയപ്പെടുന്നത്. ആനിമോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലേക്ക് അബിലാലാണ് ആനിമോളെ കൊണ്ടുവന്നത്. ഇത്തരത്തിലുള്ള വാർത്തകളാണ് ദുബായിലെ കരാമയിൽ തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽട്ടയ്ക്ക് സംഭവിച്ചത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത്. സംഭവത്തിൽ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ അബുദാബിയിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും തിരുവനന്തപുരം സ്വദേശി തന്നെയായ അബിലാൽ ആനിമോളെ കാണാനെത്തുമായിരുന്നു എന്നുള്ള വാർത്ത. അതിൻ്റെ പിന്നിലൂടെ ഇവർ അഗാധ പ്രണയത്തിലായിരുന്നെന്നും ആനിമോളെ വിവാഹം കഴിക്കാൻ അബിലാൽ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ വാർത്തകൾ പോകുന്നത്. അതെന്തെന്നാൽ ഇരുവരും പ്രണയത്തിലായിരിക്കെ തന്നെ ഇവരുടെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞ് ഇവർ തർക്കത്തിലേർപ്പെടുമായിരുന്നു. അബിലാലുമായുള്ള വിവാഹത്തിന് ആനിമോളുടെ വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ലായിരുന്നെന്നും ആനിമോളെ മറ്റൊരാളുമായി വിവാഹം കഴിപ്പിക്കുവാൻ അവർ തീരുമാനമെടുത്തിരുന്നു എന്നുള്ള വാർത്തകളും. അബിലാൽ ആനിമോളെ വിവാഹം കഴിക്കുന്ന കാര്യത്തിന് അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കാം. പക്ഷേ വീട്ടുകാർക്കതിന് സമ്മതമല്ല എന്ന് പറഞ്ഞ ആനിമോളോട് നിരന്തരം അബിലാൽ തർക്കത്തിലേർപ്പെട്ടിരുന്നു. 4-ാം തീയതി ഞായറാഴ്ച ആനിമോളെ കാണാനെത്തിയ അബിലാലും കൂട്ടുകാരും ആനിമോളും എല്ലാം ചേർന്ന് ബാൽക്കണിയിൽ നിന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഇവരിൽ വീണ്ടും തർക്കങ്ങൾ ഉടലെടുത്തു. അപ്പോഴാണ് അബിലാൽ ആനിമോളെയും കൂട്ടി റൂമിലേക്ക് പോകുന്നത്. പിന്നീട് റൂമിൽ നിന്നും ആനിമോളുടെ നിലവിളിയാണ് കേൾക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നവർ അങ്ങോട്ട് വേഗത്തിൽ ഓടിച്ചെന്നപ്പോഴേക്കും അബിലാൽ അവിടെ നിന്നും ഓടി മറഞ്ഞിരുന്നു. പിന്നീട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആനിമോളെയാണ് എല്ലാവരും കണ്ടത്. പിന്നീട് നാട്ടിലേക്ക് രക്ഷപ്പെടാനാണ് അബിലാൽ ശ്രമിച്ചത്. ദുബായ് എയർപോർട്ടിൽ നിന്നാണ് പോലീസ് അബിലാലിനെ പിടികൂടുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസിന് അബിലാലിൻ്റെ ഫോട്ടോ ലഭിച്ചിരുന്നു. അത് തന്നെയാണ് അബിലാലിനെ പിടികൂടുവാൻ പോലീസിന് വളരെ വേഗത്തിൽ കഴിഞ്ഞത്. അബുദാബിയിൽ നിന്നും AI ടെക്നോളജി ഉപയോഗിച്ച് ക്യാമറയിലൂടെയുള്ള പരിശോധനയിലാണ് അബിലാലിനെ പോലീസ് പിടികൂടുന്നത്. കൊല്ലപ്പെട്ട ആനിമോൾ ഗിൽട്ടയ്ക്ക് വെറും 26 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കൊലപാതകവുമായുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും വാക്ക് തർക്കത്തിനിടെയാണ് ഇത്തരത്തിൽ ആനിമോൾക്ക് ദാരുണ അന്ത്യമുണ്ടായത്. ആനിമോളുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ തന്നെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത്. നോക്കൂ, ചില ദുർനടപ്പുകൾ എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുത്തുന്നത്.